السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا يا رب العالمين. اللهم ارزقنا الإخلاص في القول والعمل. ഏറെ സ്നേഹം നിറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിലായിക്കൊണ്ട് നിരന്തരമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അന്ത്യനാളിൻ്റെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങളെക്കുറിച്ചാണ്. അതിലെ ചെറിയ അടയാളങ്ങളിൽ ധാരാളം വിഷയങ്ങൾ ഓരോ ക്ലാസ്സുകളിലായിക്കൊണ്ട് നാം പഠിക്കുകയുണ്ടായി. ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടായിരുന്നു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉമ്മത്തിനെ ബാധിക്കാനിരിക്കുന്ന ഫിത്നകളെക്കുറിച്ച്, ഷർറിനെക്കുറിച്ച് ധാരാളമായി ചോദിച്ചു പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, സ്വഹാബികളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖൈറിനെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്, പക്ഷെ ഞാൻ ഷർറിനെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. എന്തിനാണ് അങ്ങനെ ചോദിച്ചിരുന്നത്? ആ ഷർറിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അതുപോലെ നമുക്ക് പറഞ്ഞു തന്നു. ആ കൂട്ടത്തിൽ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നബിതങ്ങൾ ലഖദ് ഖതബന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതൻ, ഒരു ദിവസം നബിതങ്ങൾ ഒരു ഖുതുബ നടത്തി. ആ ഖുതുബയുടെ പ്രത്യേകത മാ തറക ഫീഹാ ഷൈഅൻ ഇലാ ഖിയാമിസ് സാഅതി ഇല്ലാ ദക്കറഹു, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അത് മനസ്സിലാക്കിയവർക്ക് മനസ്സിലായി, അത് ഗ്രഹിച്ചെടുത്ത് ശ്രദ്ധിച്ച് കേട്ടവർക്കത് മനസ്സിലായി. അത് മനസ്സിലാക്കാത്ത ചില ആളുകളുണ്ടായിരുന്നു, അവർക്കത് മനസ്സിലായിട്ടുമില്ല. അഥവാ ചിലർക്കത് മനസ്സിലായി, ചിലർക്കത് മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതിലെ ചില കാര്യങ്ങൾ എനിക്ക് മറന്നുപോയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കൺമുമ്പിൽ ആ കാര്യം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാകുമാ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം നബിൻ്റെ ഖുതുബയിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ പിന്നെ അദ്ദേഹം മറന്നുപോയി. പക്ഷെ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പ്രവാചകന്റെ വഫാത്തിന് ശേഷം അത് സംഭവിക്കുകയാണ്. അത് സംഭവിക്കുമ്പോൾ അദ്ദേഹം അത് നേരിൽ കാണുമ്പോൾ അദ്ദേഹം പറയണം, എനിക്കത് ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഏതുപോലെ കമാ യഅരിഫുർ റജുല, ഒരു വ്യക്തി എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കമാ യഅരിഫുർ റജുല ഇദാ ഗാബ അൻഹു ഫറആഹു
ഫഅറഫഹു. ഒരു വ്യക്തി കുറേ കാലം നമ്മൾ കാണാതായ ഒരു വ്യക്തി കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയോ അതേപോലെ ആ ഷർറ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടയാളം അതെനിക്ക് മനസ്സിലാകുമായിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ ഭൂലോകത്ത് എന്തൊക്കെ സംഭവിക്കും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ മഹാനായ അബൂ സയ്യിദ് ഉമർ ബിൻ അഖ്തബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ. ഒരു ദിവസം നബി തങ്ങൾ ഫജ്ർ നിസ്കരിച്ചു. വസഈദൽ മിമ്പർ, എന്ന് മിമ്പറിൽ കയറി എന്നിട്ട് ഫഖതബനാ ഹത്താ ദഹറത്തി ദുഹർ, ളുഹർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തി. ഖുതുബ നടത്തുന്ന നബി കേൾക്കുന്ന സ്വഹാബത്ത്, സുബ്ഹാനല്ലാഹ്, ഫജ്ർ മുതൽ ളുഹർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ളുഹർ നിസ്കരിച്ചു. ثم صعد المنبر, പിന്നെ വീണ്ടും മിമ്പറിൽ കയറി. فخطبنا حتى حضرت العصر, അസർ വരെ ഖുതുബ നടത്തി. പിന്നെ ഇറങ്ങി നിസ്കരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കയറി. സൂര്യൻ അസ്തമിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് രാവിലെ മുതൽ മഗ്രിബ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്താൻ, അല്ലെങ്കിൽ സ്വഹാബത്തിനോട് സംസാരിക്കാൻ, അത് സ്വഹാബത്ത് കേൾക്കാൻ. എന്നിട്ടോ ഫഅഖ്ബറനാ ബിമാ കാന വബിമാ ഹുവ കായിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു ഇതുവരെ സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തത്. അറിയിച്ചു കൊടുക്കാത്ത ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചല്ല, എന്തൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ വഹി മുഖേന അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെന്ന് പറയുന്ന അന്ത്യനാളിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് എന്തൊക്കെ സംഭവിക്കാനിരിക്കുന്നോ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് 3 വിഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3 ഭാഗങ്ങളാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 3 പാർട്ടായി തിരിച്ചിരുന്നു നമ്മൾ. ആരാ പറയാം? പറഞ്ഞാൽ ഇന്ന് സമ്മാനം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. പറയ്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. സമ്മാനം കൊടുക്കും, സമ്മാനം അവിടെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. സമ്മാനം ഒരിക്കൽ സമ്മാനം കൊടുത്തിട്ട് വിവാദമായതാണ്, എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 3 തരത്തിലാണ്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന് നടന്നു കഴിഞ്ഞത്, ഇനി അത് നടക്കാനില്ല. ഉദാഹരണം ബിഅസത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്, അതൊക്കെ അത് കഴിഞ്ഞതാണ്, ഇനി സംഭവിക്കൂല. രണ്ടാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചു, ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി സംഭവിക്കാനിരിക്കുന്നത്. അങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെ പണ്ഡിതന്മാർ വേർതിരിച്ചത്. ഈ 3 വിഭാഗത്തിൽ വലിയ അടയാളങ്ങളും ചെറിയ അടയാളങ്ങളൊക്കെ പെട്ടു. ഇനി ഇതിൽ ചെറിയ അടയാളങ്ങൾ മാത്രം ഹദീസുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് ഏറ്റവും സ്വഹീഹായത് 56 എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വേർതിരിക്കാൻ പറ്റും. അതിലിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 56 എണ്ണം നമുക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ മുതൽ മഗ്രിബ് വരെ ഖുതുബ നടത്തിയതാണ്. നബി തങ്ങളുടെ വാക്കുകൾ ജവാമിഉൽ കലിമാണ്, ഒരു ചെറിയ വാക്കായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അത് ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്, പിന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ്, ഒരു പകുതി പേജുള്ളൂ. ആ ഹദീസിൽ നിന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി 600 മസ്അലകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. 600 മസ്അലകൾ. അപ്പോൾ നബിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് എത്ര തീർക്കാൻ പറ്റിയിട്ടുണ്ട്? കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 7 മാസമൊക്കെ, നമ്മൾ 6 മാസമൊക്കെ ഈ ഒരു ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് വെറും തീർത്തത് 14 വിഷയങ്ങളാണ്. ഇനിയും എന്തുണ്ട്? 56 വിഷയങ്ങൾ, 14 വിഷയങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ഇന്നത്തേക്ക് പിന്നെ അതിൻ്റെ ചെറിയ അടയാളങ്ങൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തിവെച്ചിട്ട് വലിയ അടയാളങ്ങളിൽ ചിലത് നമ്മൾ എന്ത് ചെയ്യാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചെറിയ അടയാളങ്ങളിൽ
ഒരുപാട് ബാക്കിയുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാനിരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ തൽക്കാലം വലിയ അടയാളങ്ങൾ അതിലെ ചിലത് ഓടിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഖിയാമത്ത് നാളിൻ്റെ അല്ലെങ്കിൽ അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ നമുക്ക് എണ്ണിത്തരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുറപ്പെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെയധികം ഗൗരവത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി പുറപ്പെടും എന്നുള്ളത്. ആരാണ് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആരാണ് മഹദി? ലാ തഖൂമുസ്സാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ യലി റജുലുൻ മിൻ അഹ്ലി ബൈത്തി. വലിയ അടയാളങ്ങൾക്ക് ആമുഖങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല. ഹത്താ യലി റജുലുൻ മിൻ അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇമാം മഹദി ആരുടെ കുടുംബത്തിലായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലായിരിക്കും. നബിയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിയായിരിക്കും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്തായിരിക്കും? നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും, അഥവാ നിങ്ങളുടെ ഭരണാധികാരിയായി വരും. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? യൂതിഉ ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരുമായി സാമീപ്യമുണ്ടാകും, എൻ്റെ പേരുമായി സാദൃശ്യമുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ പേരുമായി ഒത്തുചേരും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കും? മുഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസ്മു അബീഹി ഇസ്മു അബി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്തായിരിക്കും? എൻ്റെ ഉപ്പയുടെ പേരെന്നായിരിക്കും. അപ്പോൾ മുഹമ്മദ് ഇബ്നു അബ്ദുള്ള, അപ്പോൾ നബിയുടെ പേരായിരിക്കും, നബിയുടെ ഉപ്പയുടെ പേരും അദ്ദേഹത്തിനുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അദ്ദേഹത്തിൻ്റെ ചില വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അൽ മഹദിയു മിന്നി, മഹദി എന്നിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് എന്നിൽപ്പെട്ടതാണ്, അഥവാ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചില വിശേഷണങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന് വിശാലമായ നെറ്റിത്തടമുണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ പഠിച്ചപ്പോൾ നബിയുടെ വിശേഷണമായി നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ ഓർക്കണം. അവിടെ നബിയുടെ വിശേഷണമായി പഠിച്ച ചില കാര്യങ്ങളാണിത്. അദ്ദേഹത്തിന് പിന്നെ വിശാലമായ നെറ്റിത്തടമുണ്ടാകും. അങ്ങനെയുള്ള ചില വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഹദീസിൽ അദ്ദേഹത്തിൻ്റെ വിശേഷണം നബി തങ്ങൾ പറഞ്ഞത് മിൻ വലദി ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ 4 കുടുംബങ്ങളാണ് ശരിക്ക്. അപ്പോൾ ഇതിൽ ഇദ്ദേഹം വരുന്നത്, ഇമാം മഹദി എവിടെ നിന്നാണ് വരിക? ഫാത്തിമ ബീവിയുടെ കുടുംബ പരമ്പരയിലാണ്. മൂന്നാമത്തെ വിഷയം. ഇനി 4ാമത്തെ വിഷയം അൽ മഹദിയു മിന്ന അഹ്ലുൽ ബൈത്ത്. അത് എല്ലാ ഹദീസിലും ഒരു തുടക്കം നബി പറയുന്നുണ്ട്. എന്നിട്ട് പറയും യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു രാത്രിയിൽ അദ്ദേഹത്തെ ഈ ഭരണം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ മുമ്പ് ചിലപ്പോൾ എന്ത് ചെയ്യൂല, അദ്ദേഹം ഒരു ഭരണാധികാരി ആയിരിക്കൂല. ഒരു രാത്രിയിലാണ് അദ്ദേഹം എന്താവുക? ഒരു ഭരണാധികാരിയായി മാറുക. അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാകാൻ അള്ളാഹു അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് എന്തായിരിക്കും? ഒരു രാത്രിയിലായിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്. ഇനി ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി വന്നാൽ ഈ ഭൂമിയിൽ ദുൽമ്, അക്രമം അത് വ്യാപിച്ചിട്ടുണ്ടാകും. ഇമാം മഹദി വരുന്നതോടുകൂടി അവിടെ അതിൽ നീതി ഉണ്ടാകും. മാത്രമല്ല യുസ്ഖീഹില്ലാഹുൽ ഗൈസ, അദ്ദേഹത്തെ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കും. മാത്രമല്ല അദ്ദേഹം യുംബിത്തുൽ അർളു നബാതഹ, ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കും അദ്ദേഹം കാരണത്താൽ. വയുഅ്തൽ മാൽ, അദ്ദേഹം കാരണത്താൽ ആളുകൾക്ക് സമ്പത്ത് വിശാലമായി കണക്കില്ലാതെ സമ്പത്ത് നൽകപ്പെടും. വതക്സുറുൽ മാഷിയ, അദ്ദേഹം കാരണം കന്നുകാലികൾ ധാരാളമായി ഉണ്ടാകും. അതേപോലെ തന്നെ വതഅദ്ദമൽ ഉമ്മ, ആളുകൾ എന്താവും? ആളുകളുടെ സംഖ്യ അത് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയഈഷു സബ്അൻ ഔ സമാനിയ, അദ്ദേഹം എത്ര വർഷം ജീവിക്കും? 7-8 വർഷം അദ്ദേഹം ജീവിക്കും. അപ്പോൾ നമ്മൾ 7 കാര്യങ്ങൾ പഠിച്ചു. 1, അദ്ദേഹം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ പേര് നബിയുടെ പേരുമായി യോജിച്ചതായിരിക്കും. 3 അദ്ദേഹത്തിൻ്റെ പേരും നബിയുടെ ഉപ്പാൻ്റെ പേരും ഒന്നായിരിക്കും. 4 ഒരു രാത്രിയിലാണ് അള്ളാഹു അദ്ദേഹത്തെ എന്താക്കുക, ഇതിന് പ്രാപ്തനാക്കുക. മറ്റ് ഹദീസുകളൊക്കെ നോക്കിയാൽ കാണാം, അദ്ദേഹം ഒരു രാത്രിയിലാണ് പെട്ടെന്ന് എന്ത് ചെയ്തു വരിക, ഒരു ഭരണാധികാരിയായി വരിക. അദ്ദേഹത്തിന് എല്ലാവരും ബൈഅത്ത് ചെയ്യുക. ഒരു രാത്രിയിലാണ് ഇതൊക്കെ സംഭവിക്കുക എന്നൊക്കെ ഹദീസുകൾ വേറെ കാണാം. ഞാൻ വിഷയത്തിൻ്റെ ഒന്ന് ചുരുക്കാൻ വേണ്ടി ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം. 5 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അദ്ദേഹം വരുമ്പോൾ ഭൂമിയിൽ മുഴുവനും എന്തായിരിക്കും, അനീതിയായിരിക്കും, ദുൽമായിരിക്കും. അദ്ദേഹം വരുന്നതോടുകൂടി എന്താവും, അദിൽ, നീതി നടപ്പിലാകും. 6-മത്തേത് മഴ പെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിലൂടെ അള്ളാഹു മഴ പെയ്യിപ്പിക്കും. അതായത് അദ്ദേഹം മഴ പെയ്യിപ്പിക്കുന്നല്ല, അദ്ദേഹത്തിലൂടെ, അദ്ദേഹം വരുന്നതിലൂടെ ഇവിടെ മഴ പെയ്യിപ്പിക്കും. അതേപോലെ 7-മത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംഭവിക്കുന്ന സസ്യങ്ങൾ മുളക്കും, അതുപോലെ തന്നെ ധാരാളമായി സമ്പത്ത് ലഭിക്കും. ഇതൊക്കെ അദ്ദേഹം വരുന്നതിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മഹദിയെക്കുറിച്ച് പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇമാം മഹദിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും പല വീക്ഷണങ്ങളാണ്. എല്ലാവരും ഇമാം മഹദിയെക്കുറിച്ച് ഇമാം മഹദിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നമ്മുടെ നാട്ടിൽ ഇമാം മഹദിയെക്കുറിച്ചുള്ള നമ്മുടെ നാട്ടിലെ ആളുകളുടെ വീക്ഷണങ്ങൾ നമ്മൾ പരിശോധിക്കണം. അഹ്ലുസുന്നക്ക് വീക്ഷണമുണ്ട്, അതേപോലെ തന്നെ ഷിയാക്കൾക്ക് വേറെ വീക്ഷണമൊക്കെ, ഓരോ വിഭാഗത്തിനും ഓരോ വീക്ഷണമാണ്. അതിൽ ഒരു വിഭാഗം ആളുകൾ ഇമാം മഹദി റഹിമഹുല്ല ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇമാം മഹദി എന്തല്ല, അങ്ങനെ ഒരു കാലത്ത് സംഭവിച്ചു വരുന്ന ഒരു വ്യക്തിയൊന്നുമല്ല, നേരെ മറിച്ച് അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. അഥവാ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ നീതി നടപ്പിലാകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കും, അതിന് അള്ളാഹു എന്ത് ചെയ്തതാണ്, ഇമാം മഹദി എന്ന് പരിചയപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പരിചയപ്പെടുത്തി. അതുപോലെ ദജ്ജാലിനെ കുറിച്ചും ഇതേ വിശ്വാസം എന്തുണ്ട്, നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കുണ്ട്. അവർ പറയുന്നത് ദജ്ജാൽ എന്ന് പറഞ്ഞ എന്തല്ല, അതൊരു വ്യക്തിയല്ല, നേരെ മറിച്ച് അത് ഒരു എല്ലാ തോന്നിവാസങ്ങൾ ചെയ്യുന്ന, കള്ളത്തരങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും എന്തു പറയാം, ദജ്ജാൽ എന്ന് പറയാം. ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് ആ വിശേഷണങ്ങൾ പറഞ്ഞൊരു വ്യക്തി എന്ത് ചെയ്യാനില്ല, വരാനില്ല എന്ന് വിശ്വാസമുള്ള ആളുകൾ എന്തുണ്ട്, നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മൾ എന്തിനു പഠിക്കണം എന്നുള്ളതിനാണ് ഞാനിത് പറഞ്ഞത്. ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ പറയുന്നത് എന്തിനാണ്, ആ വീക്ഷണമുള്ള ആളുകളോട് പോയി തർക്കിക്കാനോ അവിടെ സംവദിക്കാനോ അല്ല. നമ്മളിതെന്തിനു പഠിക്കുന്നു, നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. 2, നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതൊരു കെട്ടുകഥയാണ് എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ 3-മത് ഇമാം മഹദിയാണ് എന്ന് വാദിച്ചു വന്ന ആളുകൾ എന്തുണ്ട്, ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലുമായിട്ടുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് മക്കയിൽ തന്നെ ഒരു ചരിത്രം ഉണ്ടല്ലോ, മക്കയിൽ ആക്രമണമൊക്കെ ഉണ്ടായ ആ ഒരു ഘട്ടം നമുക്കറിയാലോ. അപ്പോൾ ഇമാം മഹദിയാണ് എന്ന് വാദിച്ചിട്ടാണ് ആ വ്യക്തി അന്ന് വന്നത്. അതേപോലെ തന്നെ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം അവർക്ക് ഇമാം മഹദി ഉണ്ട്, പക്ഷെ അതേതല്ല, നമ്മൾ പറയുന്ന ഇമാം മഹദി അല്ല. നേരെ മറിച്ച് അവർ ഇമാം മഹദി ആയിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നത് അവർക്ക് 12 ഇമാമിങ്ങളുണ്ട്. ഓരോ ഇമാം അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഓരോ ഇമാമിങ്ങളുണ്ട്. അതിൽ 12-മത്തെ ഇമാമിനെയാണ് അവരെന്ത് ചെയ്യുക, ഇമാം മഹദി ആയിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ഈ 12-മത്തെ ഇമാം അവർ പറയുന്നത്, ഞാൻ അതിൻ്റെ വിശാല ചർച്ചകളിലേക്ക് പോകുന്നില്ല, കുറേ സമയം പോകും. അവർ പറയുന്നത് ഈ 12-മത്തെ ഇമാം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്താണ്, ഒരു മേഘത്തിൻ്റെ ഉള്ളിലേക്ക് അപ്രത്യക്ഷമായി പോയതാണ് എന്നാണ്. അപ്പോൾ ഒരു കാലത്ത് ആ ഇമാം വരും, വന്നിട്ട് ആ ഇമാം മഹദി എന്താണ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഷിയാക്കളുടെ വിശ്വാസമാണ്. അവർ ആ ഇമാം വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ കൊണ്ടു നടക്കുന്ന ഖുർആൻ, ആ ഖുർആൻ ഇമാം മഹദി, അവരുടെ മഹദി എന്ത് ചെയ്തു തരും, ഇമാം മഹദി അല്ല കേട്ടോ, അവരുടെ മഹദി എന്ത് ചെയ്യും, കത്തിച്ചു കളയും. ആ മഹദിയുടെ അടുത്തൊരു ഖുർആനുണ്ട്. ഇന്ന് നമ്മുടെ ഖുർആനിലുള്ള ഒരു ഹർഫ് പോലും ആ മഹദിയുടെ അടുത്തുള്ള ഖുർആനിൽ ഇല്ല എന്നാണ് ആരുടെ വിശ്വാസം, ഷിയാക്കളുടെ വിശ്വാസം. ഇത് വേറെ തന്നെ ഒരു ഖുർആനാണ്. ഇത് ഒരു വിശ്വാസം. 2, അവർ പറയും ആ മഹദി വന്നാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ് റളിയല്ലാഹു അൻഹ, ആ ഉമ്മയെ ഖബറിൽ നിന്ന് പുറത്തെടുക്കും, എന്നിട്ട് ആ ഉമ്മയെ വധിച്ചു കളയും, അല്ലെങ്കിൽ
പിന്നെ ഒരു വ്യഭിചാരിക്കുള്ള ശിക്ഷ എന്താണ് ഇസ്ലാമിൽ, അത് നടപ്പിലാക്കുമെന്നാണ്. നഊദു ബില്ലാഹ്. റളിയല്ലാഹു അൻഹ. ഇതാണ് ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസം. ഇവിടെ ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇത്രയും വൃത്തികെട്ട വിശ്വാസം വെച്ചു പുലർത്തുന്ന ഷിയാക്കൾ, ആ ഷിയാക്കളെ അല്ലെങ്കിൽ ആ ഷിയാക്കളുടെ വിശ്വാസങ്ങളും ആ ഷിയാക്കളുടെ ആശയങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? മലയാളത്തിൽ പ്രസംഗിക്കുകയും പ്രസിദ്ധീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്തുണ്ട്? നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത്രയും വൃത്തികെട്ട വിശ്വാസമാണ് ഷിയാക്കൾക്കുള്ളത്. അവർക്ക് പിന്നെ ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഇതിലും മോശമായ അഭിപ്രായമാണ് സ്വഹാബികളെക്കുറിച്ച് അവർക്കുള്ളത്. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും അവർ ഇതിനേക്കാളും മോശമായ അഭിപ്രായമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഷിയാക്കളുടെ ആശയവും വിശ്വാസം എന്തുണ്ട്? നമ്മുടെ നാട്ടിൽ നിന്ന് പല ആളുകളും പല വ്യക്തികളും പല സംഘടനകളും എന്ത് ചെയ്യുന്നുണ്ട്? വെച്ചു പുലർത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മുടെ ശ്രദ്ധയിലേക്കത് നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മഹ്ദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാൻ, ലൗ ലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമുൻ. അത് പറയുന്നത് ദുനിയാവിലെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ലതവ്വലല്ലാഹു ദാലികൽ യൗം, അല്ലാഹു ആ ദിവസത്തെ എന്താക്കും? കുറച്ച് ഇങ്ങോട്ട് നീട്ടും. എന്നിട്ട് ഹത്താ യബ്അസ ഫീഹി റജുല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ നിയോഗിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലാഹു നിയോഗിക്കും. മിന്നി, എന്നിൽപ്പെട്ടവൻ, ഔ മിൻ അഹ്ലി ബൈത്തി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട, യുവാത്തിഉ ഇസ്മുഹു ഇസ്മി, എൻ്റെ ഇസ്മുമായി ചേരുന്ന വസ്മബി എന്ന് നേരത്തെ പറഞ്ഞ ആ വിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാം മഹ്ദി എന്നുള്ളത് എന്താണ്? ഈ പറഞ്ഞ രൂപത്തിൽ ഒരു സാങ്കല്പിക കഥാപാത്രമോ അല്ലെങ്കിൽ അതൊരു പിന്നെ നീതി പുലർന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ അല്ല. ഇത്രയും വ്യക്തമായി നബി പറഞ്ഞത് ഒരു ദിവസമാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും അള്ളാഹു എന്ത് ചെയ്യും? ആ ദിവസത്തെ നീട്ടി ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയെ അവിടെ പിന്നെ നടപ്പിലാക്കും. അല്ലെങ്കിൽ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വരും എന്ന് തന്നെയാണ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇനി എവിടെ നിന്നാണ് ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പുറപ്പെടുക? ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പുറപ്പെടുന്ന ഒരു വ്യക്തമായ ഒരു സ്ഥലം, ഒരു ഇന്ന സ്ഥലത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ മഹദി പുറപ്പെടുന്നത് കിഴക്ക് ഭാഗത്തു നിന്നായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം നബി പറഞ്ഞത് എവിടെ നിന്നാണ്? മദീനത്ത് നിന്നാണ്. അപ്പോൾ മദീനൻ്റെ കിഴക്ക് ഭാഗം എവിടെയാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ബഹ്റൈൻ അതേപോലെ ഇറാഖ് പോലെയുള്ള ഭാഗത്തു നിന്നായിരിക്കാം എന്നെന്ത് ചെയ്യുന്നുണ്ട്? പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഹദീസുകളുടെ വിഷയത്തിൽ എന്തുണ്ട്? പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. അതിലേറ്റവും ശരിയായ അഭിപ്രായം അല്ലെങ്കിൽ അതിലേറ്റവും സ്വീകാര്യമായ അഭിപ്രായം കിഴക്കു ഭാഗത്തു നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മദീനയിൽ നിന്നാണ് പറഞ്ഞത്. മദീനയുടെ കിഴക്ക് ഭാഗം ഇറാഖ് ബഹ്റൈൻ പോലെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ നിന്നായിരിക്കാം എന്ന് നമുക്ക് പറയുക മാത്രമാണ് നമുക്ക് പിന്നെ എന്ത് നബി അതെ ആ വിഷയത്തിൽ വന്ന ഹദീസാണ്. പക്ഷെ അത് ആ ഹദീസിൻ്റെ വിഷയമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മനസ്സിലായില്ല? ഓക്കെ. ഇനി അപ്പോൾ ഈ വിഷയം ഒന്ന് മനസ്സിലായി. രണ്ടാമത്തേത് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക. അദ്ദേഹം വരുന്നത് അവിടെ നിന്നായിരിക്കെങ്കിൽ പോലും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക എവിടെ ആയിരിക്കും? കഅബയിൽ വെച്ചായിരിക്കും. കഅബയിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹം വരുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അദ്ദേഹം വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളിവിടെ പിന്നെ പറഞ്ഞു. ഇനി ഇതിൽ ആറാമതായിക്കൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈസാ നബി അലൈഹിസ്സലാം അന്ത്യനാളുടെ അടയാളങ്ങൾ നമ്മൾ എണ്ണുന്ന കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നുള്ളത്. അന്ത്യനാളുടെ പിന്നെ വലിയ അടയാളങ്ങൾ ഞാനൊന്ന് ഓടിച്ച് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ ഈസാ നബി ഇറങ്ങി വരുന്ന സമയത്ത് ഇവിടെ ആരുണ്ടാകും? ഇമാം മഹ്ദി ഉണ്ടാകും. അപ്പോൾ ഈസാ നബി ഇറങ്ങി വരുമ്പോൾ ഇമാം മഹ്ദി ഇവിടെ ഉണ്ടാകും. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൻസിലു ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും.
ഫയഖൂലു അമീറുഹുമുൽ മഹ്ദി. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ ഇവിടെ അമീർ ആരാണ്? ഇമാം മഹദിയാണ്. അപ്പോൾ ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറയും എന്ത്, അല്ലെങ്കിൽ ഈസാ നബിയോട് പറയും തആല സ്വല്ലി ബിന. ഈസാ നബി അലൈഹി സ്വലാമിനെ നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷണിക്കും, ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി ക്ഷണിക്കും. ഫയഖൂൽ ലാ ഇന്ന ബഅദഹും അമീറ ബഅദിൻ തക്രിമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ. ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഇല്ല, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെ ആയിരിക്കും എന്ത്, നിങ്ങളുടെ അമീർ. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു ബഹുമാനമാണ്, ഒരു ആദരവാണ്, അത് നിങ്ങൾ പിൻപറ്റുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇമാമ് നിൽക്കേണ്ടത് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമാം മഹദിയെക്കുറിച്ച് കുറേ വിശാലമായിട്ട് നമുക്ക് പറയാനും പഠിക്കാനൊക്കെ ഉണ്ട്. അതിനെ ഒരു ചുരുക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അന്ത്യനാളുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ അടയാളങ്ങൾ എണ്ണുന്ന സമയത്ത് നമുക്ക് 9 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകമായും എടുത്തു പറയാൻ പറ്റും. അതിൽ 1-2 കാര്യങ്ങൾ നാം പറയാം. ഒന്ന്, നമുക്കതിൽ പഠിക്കാനുള്ളത് ദുഖാൻ. ദുഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുകയാണ്. ദുഖാൻ, തദ്ഖീൻ അല്ലേ, ഒരു പുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അന്ത്യനാളിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹ ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ലഹ 10 ആയാത്ത്. അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കുകയില്ല അതിനു മുമ്പ് നിങ്ങൾ 10 കാര്യങ്ങൾ കാണുന്നതുവരെ. അപ്പോൾ എന്താണ് ഈ 10 കാര്യങ്ങൾ? അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദുഖാൻ. അതൊരു കാറ്റ് അല്ലെ ഒരു പുകയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. ആ പുക അത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കുന്ന ഒരു അടയാളമായിട്ടാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ത്യനാളിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന ഒരു അടയാളം. മറ്റൊരു അടയാളം നമ്മൾ കൂടുതൽ പഠിക്കാത്ത, മനസ്സിലാക്കാത്ത, ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ വിശാലമായി ഓരോന്നൊക്കെ നമുക്ക് പഠിക്കാം. ഞാനിതിൻ്റെ ഒരു ആമുഖം എന്ന നിലക്ക് പറയുന്നെന്ന് മാത്രം. പിന്നെ അന്ത്യനാളിൻ്റെ അടയാളമായി രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 3 പിന്നെ ഭൂമിയിലേക്കുള്ള ആഴ്ത്തപ്പെടലുകൾ 3 ഉണ്ട്. ഹസ്ഫ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹസ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പിന്നെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളതെല്ലാം അടിയിലേക്ക് പോവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. 3 ഹസ്ഫുകൾ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന സാഅത ലൻ തഖൂമ ഹത്താ തറൗ 10. നേരത്തെ പറഞ്ഞ അതേ ഹദീസ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ഹസ്ഫുകളെ കുറിച്ച് മശ്രിഖിലും മഗ്രിബിലും അതേപോലെ ജസീറത്തുൽ അറബിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ത്, ഇതിനു മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്, ഈ ഹസ്ഫുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആധുനികരായ പണ്ഡിതന്മാർ പറയുന്നത് അതിനേക്കാളും ഗൗരവമുള്ള, അല്ലെങ്കിൽ അതിനേക്കാളും പിന്നെന്താ പറയുക, ശക്തമായ ഹസ്ഫായിരിക്കും, പ്രകമ്പനങ്ങളല്ല ആഴ്ത്തപ്പെടലുകളായിരിക്കും ഇനി ഉണ്ടാവാനിരിക്കും. അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല ഖിയാമത്ത് നാളുടെ അടയാളമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല ശരിക്കും സംഭവിച്ചത്, ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. 4-മതായിക്കൊണ്ട് മസീഹുദ് ദജ്ജാൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എത്ര വർഷം മസീഹുദ് ദജ്ജാൽ ഉണ്ടാവും? 40 വർഷമായിരിക്കും മസീഹുദ് ദജ്ജാൽ എന്തുണ്ടാവുക, ഈ ഭൂമിയിൽ ഉണ്ടാവുക. ഈ മസീഹുദ് ദജ്ജാലിനെ കുറിച്ചും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഓരോ വിഭാഗത്തിനും ഓരോ വിശ്വാസമാണ്, അല്ലെങ്കിൽ പല വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്ത് വരുന്ന എല്ലാ കളവ് പറയുന്ന കള്ളന്മാരൊക്കെ മസീഹുദ് ദജ്ജാലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം എന്താ, മസീഹുദ് ദജ്ജാൽ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തൊക്കെ വിശേഷണങ്ങളുണ്ടോ ആ വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിഷയത്തിൽ ഹദീസുകൾ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മസീഹുദ് ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ 5-മത്തെ കാര്യം യജൂജ് മഅജൂജിനെ കുറിച്ചാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ 6-മതായിക്കൊണ്ട് ദാബത്തുൽ അർദ്. ദാബത്തുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്. ആ ദാബത്തുൽ അർദ് വന്നു കഴിഞ്ഞാൽ പല ചർച്ചകളുണ്ട്. ഈ ദാബത്തുൽ അർദ് എന്താണ് ചെയ്യുക, എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതിൽ ഏറ്റവും വിശദമായ രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, മുസ്ലിമിനും അതേപോലെ കാഫിറിനും ഈ ദാബത്തുൽ അർദ് എന്ത് ചെയ്യും, പ്രത്യേകമായ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തും. ഈ ദാബത്തുൽ അർദ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരാണ് മുസ്ലിം ആരാണ് കാഫിർ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. അപ്പം നിങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ
അപ്പോൾ കാഫിര്യങ്ങളായ ആളുകൾക്കൊക്കെ പിന്നെ മുസ്ലിം ആവാലും അതിനുള്ള അവസരം എന്തുണ്ടാവില്ല, ദാബത്തുൽ അർദ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുകയില്ല. പിന്നീട് തൗബക്കുള്ള വാതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ടാവും, അടച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് ആറാമത്തെ ഒരു കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. അതേപോലെ ഏഴാമത്തെ കാര്യമാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നുള്ളത്. അത് നമ്മുടെ വിശ്വാസമാണ്. ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നാൽ പിന്നീട് ദജ്ജാലിനെ വധിക്കുകയാണ് ചെയ്യുക. ഇത് അതിൻ്റെ ഒരു ചുരുക്കിയ ഒരു രൂപമാണ്. ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്കത് വിശാലമായി ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയ ഏറ്റവും ഉപകാരപ്രദമായ 2 ക്ലാസ്സുകളുണ്ട്. ഒന്ന് ബഹുമാനായ ഹുസൈൻ സലഫി ഹഫിളഹുല്ലയുടെ ഒരു ക്ലാസ്, അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ലഭ്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത നമ്മൾ ആദ്യത്തെ 14 വിഷയങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ അന്ത്യനാളുടെ അടയാളങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഉപകാരപ്രദമാകുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്തതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുന്നത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില സുന്നത്തുകളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു സദസ്സിൻ്റെ ഒരു മര്യാദയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളും ഈ പറയുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമൊക്കെ വിശാലമായി ആ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായി പഠിക്കാൻ ആ ക്ലാസ്സുകൾ അവലംബിക്കാം. അതേപോലെ വലിയ അടയാളങ്ങൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞ മസീഹുദ് ദജ്ജാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എനിക്ക് തോന്നുന്നു 3-4 ക്ലാസ്സുകളിൽ ചർച്ചയുണ്ട്. അതേപോലെ ഒരു ചുരുങ്ങിയ രൂപത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിഷയം പഠിക്കാനാണെങ്കിൽ ബഹുമാനനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ ക്ലാസ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറിയാൽ വിശദമായിക്കൊണ്ട് ചെറിയ അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ ഒരു ചെറിയ രൂപത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഇൻഷാ അള്ളാഹ് അവലംബിക്കാവുന്നതാണ്. നമുക്കും ഇൻഷാ അള്ളാഹ് ഈ വിഷയം വിശാലമായി പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നാം എന്താവണം, സന്നദ്ധരാകണം. ഈ ക്ലാസ് ഒരു അരമണിക്കൂർ 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമുക്കൊരു കാര്യം പറയാൻ എന്തുണ്ട്, പരിമിതികളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് ഇൽമാണ്, ഇത് കൂടുതൽ പഠിക്കാനുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തി അത് പഠിക്കാൻ നാം സന്നദ്ധരാകണം. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പല ആളുകളും അങ്ങനെയല്ല. ഈ ക്ലാസ് കഴിഞ്ഞാൽ അതോടുകൂടി ഇതൊക്കെ കഴിയും, ഇത് പൂട്ടിക്കെട്ട് പിന്നെ അടുത്ത ആഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൽമ പഠിക്കുന്ന ഒരു ദീന് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എന്ത് സംവിധാനമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. നമ്മൾ എല്ലാ ആഴ്ചയും ഇവിടെ നടക്കുന്ന ഈ ക്ലാസ്സിന് പുറമെ നടക്കുന്ന ഒരു ക്ലാസ്സാണ് രാവിലെയുള്ള ഖുർആൻ ക്ലാസ്. ഇവിടെയുള്ള പല ആളുകളും അതിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ള ഒരേ ഒരു മാർഗദർശനം ഏതാണ്, പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഒരു മതക്കാർക്ക് പോലും നൽകാത്ത, നമുക്ക് മാത്രം നൽകിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഖുർആനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഖുർആൻ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയപ്പോൾ പർവ്വതം പൊട്ടിപ്പോയി, അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾ പോലും ഖുർആൻ കേട്ട് മുശ്രിക്കീങ്ങളുടെ ഹൃദയങ്ങളിൽ പോലും മാറ്റങ്ങളുണ്ടായ ഹദീസുകൾ നമുക്ക് കാണാം. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സ്വാധീനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കാനോ അത് മനസ്സിലാക്കാനോ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഒരാഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 10 മണി വരെ 10:30 മണി വരെ ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഓരോ സൂറത്തുകൾ വിശാലമായി വിശദമായി അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, അതിൻ്റെ പാരായണം കൃത്യമായി പഠിക്കുന്ന സദസ്സാണ്. നമ്മളിൽ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, അതിൽ പങ്കെടുക്കുന്നില്ല. നമ്മൾ നിർബന്ധമായും പങ്കെടുക്കേണ്ട ക്ലാസ്സുകളിലൊന്നാണ്. ഒരാഴ്ചയിൽ 1 മണിക്കൂർ അള്ളാഹുവിൻ്റെ ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കഴിയണം. നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ദുനിയാവിൽ നേടിയതും നമ്മൾ ദുനിയാവിൽ അധ്വാനിച്ചതും ചിലപ്പോൾ രാത്രി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ടായിരിക്കും നമുക്ക് രാവിലെ വരാൻ പറ്റാത്തത്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ, ഈ 1 മണിക്കൂർ ക്ലാസ്സിലിരുന്നതും ഉച്ചയ്ക്ക് നിങ്ങളിപ്പോൾ ഇരുന്ന് ഈ അരമണിക്കൂറും വൈകുന്നേരം നിങ്ങൾ ഇരിക്കാൻ പോകുന്ന ഒരു ചെറിയ സമയം മാത്രമേ റബ്ബിൻ്റെ കോടതിയിൽ നമുക്കുണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന, ദീനിന് സമയം ചെലവഴിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് സമയം ചെലവഴിക്കുന്ന, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പഠന ക്ലാസ് ഇൻഷാ അള്ളാഹ് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളത് പറഞ്ഞു, നിങ്ങൾ അത് ആ വാർത്ത നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങൾ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്നിരിക്കാം. ദീനിയായ സദസ്സാണ്, കേട്ട് മനസ്സിലാക്കിയൊക്കെ പോകാം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായി നിങ്ങൾ ഈ മെസ്സേജ് എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അള്ളാഹ് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ ആ പോസ്റ്റർ ഞാൻ പിന്നെ ഇൻഷാ അള്ളാഹ് അയച്ചു തരും. അത് ഉടനെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നാമുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളവർ, നമ്മുടെയുമായി ഏറ്റവും അടുത്ത ആളുകൾ, പലരും പല പ്രയാസങ്ങളും നേരിടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും അതേപോലെ തന്നെ കുടുംബപരമായും ഒക്കെ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അള്ളാഹ്. നമ്മുടെ കൂട്ടത്തിൽ പല സഹോദരന്മാരും നാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പലരും പല പ്രയാസത്തിലുമാണ്. അള്ളാഹുവെ, അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കി കൊടുക്കണേ അള്ളാഹ്. സമാധാനപരമായ ജീവിതത്തിലേക്ക് നീ അവരെ മടക്കണേ അള്ളാഹുവെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. നമ്മളും ഒരു ദിവസം മരിക്കാനുള്ളവരാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. വസിയത്ത് ചെയ്തവരുടെ മനസ്സിലെ ഉദ്ദേശം അറിയുന്നവൻ നീ മാത്രമാണ് അള്ളാഹുവെ. അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, നിൻ്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത് മരിക്കുന്നതുവരെ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകണേ അള്ളാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.